ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയായ ജക്കാർത്തയിലെ മസ്ജിദുൽ ഇസ്തിഖ്ലാലിന് ഒരു നോമ്പുതുറ കൂടണം എന്നുള്ളത് ഷഅബാൻ മാസം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഏതായാലും ആദ്യ ദിവസം തന്നെ ജക്കാർത്തയിലേക്ക് പുറപ്പെട്ടു. ജക്കാർത്തയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ നടുമുറ്റത്തും മറ്റെല്ലാ ഭാഗത്തും ആളുകൾ ഒറ്റയും തെറ്റയുമായിട്ടൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭക്ഷണം ചില കമ്പനികളൊക്കെ അവരുടെ അഡ്വർടൈസ്മെന്റ് പോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വരുന്ന എല്ലാവർക്കും, അഥവാ നിസ്കരിക്കാനും നോമ്പ് തുറക്കാനൊക്കെ വരുന്ന എല്ലാവർക്കും കൂടി ഒരു സജ്ജീകരണം അവിടെ ഇല്ല. അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്, ദിക്ർ ഹൽക്കകൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വാഴകൾ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക എന്നൊരു സിസ്റ്റം ഇന്തോനേഷ്യയിലെ പല ഭാഗത്തും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചില പള്ളികൾ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ചില ഗവൺമെന്റിന്റെ പള്ളികൾ, അതുപോലത്തെ വലിയ പള്ളികളൊക്കെ, അറബ് ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പള്ളികൾ, ഷെയ്ഖ് സായിദ് മസ്ജിദ് പോലെ അത്തരം പള്ളികളും ചില ഗവൺമെന്റ് പള്ളികളൊക്കെ ഭക്ഷണം കൊടുക്കുന്നു എന്നൊഴിച്ചാൽ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലേതുപോലെ ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ മലേഷ്യയിലെ പോലും സ്വഭാവം ഇന്തോനേഷ്യയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും നമ്മൾ അകമ്പള്ളിയിലിട്ട് പോയി അകമ്പള്ളിയിലെ സുന്ദരമായ കാഴ്ചകൾ കാണുന്നു. ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ കാലിഗ്രഫിയും ആ ഭംഗിയും ലൈറ്റുകളും മറ്റെല്ലാ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നിസ്കരിക്കുന്ന സമയത്താണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഓരോ ആളുകൾക്ക് നമ്മൾ സ്വഹാബത്തിൻ്റെ ഒക്കെ കാലത്ത് പറയാറുണ്ട്, ഇങ്ങനെ ബുക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത്, മുന്നത്തെ സഫുകൾ. അതുപോലെ ആളുകളുടെ പേര് എഴുതി വെച്ച ബോർഡുകൾ വെച്ചിട്ട് അത് അവർ പ്രത്യേകം ആ സീറ്റ് അവർ റിസർവ് ചെയ്ത് വെച്ചത് നമുക്ക് കാണാൻ കഴിയും. മുൻഭാഗത്ത് ഉള്ള ആ സൊഫിലുള്ള സ്ഥലങ്ങൾ അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഅബയുടെ കില്ലയുടെ മുൻഭാഗത്തിൻ്റെ ഒരു മാതൃകയും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊത്തിവെച്ചതും നബിമാരുടെ പേരുകളും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൊത്തുപണികളും കാഴ്ചകളും ചില്ലുകൊണ്ടും ലൈറ്റുകളെ കൊണ്ടുള്ള തോരണങ്ങളും അലങ്കാരങ്ങളും ഖുർആനിക സൂക്തങ്ങളുടെ കാലിഗ്രഫിയും ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വശ്യമനോഹരമായ കാഴ്ചകളാണ് മസ്ജിദുൽ ഇസ്തിഖ്ലാൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇഫ്താറിന് തൊട്ടു മുമ്പുള്ള സമയം ആളുകൾക്ക് ദിക്റും ദുആകളൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു രംഗം കൂടി കാണാം. നമ്മുടെ ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് രാത്രി തറാവീഹ് നിസ്കരിക്കാൻ നിൽക്കാതെ നമ്മൾ ഏതായാലും ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജമാഅത്ത് നിസ്കരിച്ച് തൽക്കാലം സോളോയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു റമദാൻ വിശേഷവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.